So may I welcome Pradeep Kumar sir. മെസ്സേജുകളിൽ കൂടെ പരിചയമുണ്ട്. അപ്പോൾ നേരിൽ കാണാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഉണ്ടായി. So Pradeep Kumar sir, over to you. Yeah, good afternoon to everyone. ഞാൻ പ്രദീപ് കുമാർ തത്തമംഗലത്തു നിന്നാണ്. 73-78 ബികോം ചെയ്തു. അത് കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. 40 years ആയിട്ട് പുറത്താണ്. യമനിലുണ്ടായിരുന്നു, UAE-യിലുണ്ടായിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഖത്താറിലാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഗിവൺ ഇവിടെ സംസാരിക്കാനായിട്ട്. കുറച്ച് ദൂരസ്ഥലത്തായതുകൊണ്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഗിവ് എ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ. പക്ഷേ എന്നോട് എന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത് വാട്ട് എവർ ഐ ക്യാൻ ഡു ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. സോ ഐ കണ്ടിന്യൂ ടു be available for each one of you. Probably in another 1 year's time, I might take my retirement. So I assure you complete participation. Thank you for the opportunity given to speak to you. Thank you. Thank you, sir. രമേശ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആൻഡ് അതോടൊപ്പം ഗവൺമെന്റ് സർവീസിൽ രമേശിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് രമേശിന്റെ പേര് കണ്ടുകൊണ്ടാണ്. സോ മേ ഐ റിക്വസ്റ്റ് രമേശ് കം ഫോർവേഡ് ആൻഡ് ഡു ദി ഫെലിസിറ്റേഷൻ ടോക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 73-ാം വാർഷികവും 74-ാം സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ആഘോഷിക്കുന്ന എന്നൊരു വാക്ക് നമുക്ക് മാറ്റേണ്ടി വരും. കാരണം ത്യാഗോജ്ജലമായുള്ള സ്മരണകൾ അയവറക്കുന്ന ഈ സുദിനം ഇന്ന് ആഘോഷിക്കപ്പെടാതെ ഒരു ചടങ്ങ് മാത്രമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളുടെ മഹാരഥന്മാർ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇന്ന് വെറും ഒരു നിസ്സാരനായിട്ടുള്ള കൊറോണ എന്ന് പറയുന്ന വൈറസിന്റെ മുന്നില് നമ്മള് അടിമപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ വില നമ്മള് മനസ്സിലാക്കുന്ന മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം പാരതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ, അലുമിനീസിന് കോളേജിൽ ഒത്തുകൂടാൻ പറ്റാതെ, വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളുകളിൽ പോകാൻ പറ്റാതെ, പരസ്പരം എല്ലാവരും വീടിനുള്ളിലേക്ക് പതുങ്ങുന്ന ഒരു പാരതന്ത്ര്യത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്ന് കാണുന്നത്. എന്തായാലും ഇതിനെല്ലാം അധികം വൈകാതെ തന്നെ ഒരു ശമനമുണ്ടാകട്ടെ, മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തുന്നു. പേര് രമേശ്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടൂർശിയിലാണ് വീട്. ഞാന് 92-95 ബാച്ചില് BA എക്കണോമിക്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വില്ലേജ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ മാത്തൂർ ടു വില്ലേജ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ചെയർമാൻ കൂടിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പില്. എപ്പോഴും ചിറ്റൂർ കോളേജിന്റെ ഗ്രൂപ്പില് വന്നിട്ട് പോകാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാനും വരികയും അവിടുത്തെ എന്താ പറയാ സൗലഭ്യം നുകരുകയും ചെയ്യുന്നുണ്ട്. വിമലാൻറ്റി വളരെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിമലാൻറ്റി. വല്ലപ്പോഴും ഒക്കെ നമ്മളെ കണ്ടില്ലെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിക്കും. അനിൽ നായർ എനിക്ക് വളരെയധികം പ്രോത്സാഹനം, ഈ സാമൂഹിക പ്രവർത്തന രംഗത്ത് ചെറിയ അടയാളങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിനൊക്കെ നല്ല പ്രോത്സാഹനവുമായിട്ട് അനിൽ നായർ വരാറുണ്ട്. നമ്മുടെ ഇപ്പോ ഈ ഗ്രൂപ്പിനെ ഏറ്റവും സജീവമായി കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു അഡ്മിൻ ആയാൽ എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് ശ്രീ ചേരിയിൽ മധു എന്ന് പറയുന്ന മധുവട്ടൻ. കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്ന ദയയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവന മനോഭാവം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതാണ്. അപ്പോ അതേപോലെ തന്നെ സുധീർ മേനോൻ, അനിൽ മേനോൻ, അങ്ങനെ കുറെ പേരെയൊക്കെ നമ്മൾ കഴിഞ്ഞ മാമാങ്കത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഗ്രൂപ്പില് വീണ്ടും ഒരു വെർച്വൽ മീറ്റിംഗില് ഒന്ന് ഓർമ്മിക്കപ്പെടാൻ അല്ലെങ്കിൽ പേര് പരാമർശിക്കപ്പെടാൻ ഇടയായി എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ആസ് എ വില്ലേജ് ഓഫീസർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ പരിചയപ്പെടുത്തിയ സമയത്ത് തിരുവനന്തപുരത്തുള്ള ഒരു മാഡം
ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു. അവർ പിന്നീട് ഒരു ദിവസം വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് അവർക്ക് എലപ്പുള്ളി വില്ലേജിൽ ഒരു കാര്യമുണ്ടായിരുന്നു. പല പ്രാവശ്യം വന്നിട്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു. ഒരു ഫോൺ കോളിലൂടെ എനിക്കത് ശരിയാക്കി കൊടുക്കാൻ പറ്റി. തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു ഫോൺ കോളിലൂടെ 1 മണിക്കൂർ കൊണ്ട് ആ കാര്യം ശരിയാക്കി കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വില്ലേജ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ മാത്രം എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എന്റെ നമ്പർ അഡ്മിന്മാരോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ തരും. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ന്യായമായി നടക്കേണ്ട ഒരു കാര്യത്തിന് എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ വില്ലേജ് ഓഫീസർമാരുടെ സംസ്ഥാന സംഘടനയായിട്ടുള്ള സ്വതന്ത്ര സംഘടനയായിട്ടുള്ള വോയിസ് ഓഫ് റവന്യൂ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല സ്ഥലങ്ങളിലുള്ള വില്ലേജ് ഓഫീസർമായിട്ട് പരിചയമുണ്ട്. ആ ഒരു സഹായം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം നിർദ്ദേശിക്കാനുള്ളത്, ഒരുപാട് പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെയൊക്കെ സൂപ്പർ സീനിയേഴ്സ് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് കഴിവുറ്റ ആളുകൾ നേരത്തെ ഇവിടെ സംസാരിച്ചു പോയുള്ള ശ്രീ ശശികുമാർ ചമ്മക്കാട്ടെ, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഉള്ളൊരു പരിചയമാണ് ഉള്ളത്, നേരിട്ട് കാണുന്നത് ഇതിലൂടെയാണ്. അപ്പൊ അതേപോലുള്ള ഒരുപാട് സംഘടനാപരമായിട്ടുള്ള പരിചയവും അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. അപ്പൊ ഇതില് ഇത്തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള കൂടിച്ചേരലുകൾ മാത്രം പോരാ, നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് പേരെ സഹായിക്കാനായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്കത് നടപ്പിലാക്കാൻ പറ്റും. നമുക്ക് ഇപ്രാവശ്യം ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അത് ഇപ്രാവശ്യം സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. കാരണം 5ഓളം പേരാണ് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ വിജയിച്ചു വരുന്നത്. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയ്ക്ക് ഓരോ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റും അതേപോലെ തന്നെ അവരുടെ വരുമാനമൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കാണുമ്പോൾ കുപ്പയിലെ മാണിക്യങ്ങളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുണ്ട്. അവർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് IAS കുറിച്ചൊന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് IAS കുറിച്ചൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇന്ന് നമ്മൾക്ക് കുറച്ച് കുട്ടികൾക്ക് വഴികാട്ടി കൊടുക്കാൻ പറ്റും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പഠിക്കാൻ മിടുക്കരായിട്ടുള്ള നിർധനരായിട്ടുള്ള അത്തരം കുട്ടികൾക്ക് ലോങ് ടേമിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പിന്, ഈ അലുമിനി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഗരാജ് അൺമ്യൂട്ട് ചെയ്യൂ. 3 പേര് കൈ വെക്കിട്ടുണ്ട് കേട്ടോ. നാഗരാജ് സംസാരിക്കും. அனைவருக்கும் இனிய 74வது சுதந்திர தின நல்வாழ்த்துக்களை போட்டு பரிமாறிக் கொள்வதில் மிக்க மகிழ்ச்சி அடைகிறேன். இந்த நிகழ்ச்சி ஒரு வெள்ளோட்டம் தான் இருந்தாலும் நல்ல முறையாக ஆசிரியரா படிப்பு நாங்க 92, 95 காலகட்டத்துல நம்ம அரசு கல்லூரியில தமிழ் துறையில தமிழ் படிச்ச மாணவன். இப்ப 20 ஆண்டுகளா நான் இந்த அரசு பள்ளியில ஆசிரியராக பணிபுரிந்து உண்மையிலேயே இந்த நிகழ்ச்சியை இன்னைக்கு தோடுத்து மனதுக்கு ரொம்ப சந்தோஷமா இருக்கிறது. எப்படியும் இந்த நிகழ்ச்சியில் பங்கெடுக்க வேண்டும் ஆசை எனக்கு கொஞ்ச நாளாகவே இருந்தது. இதற்கு அடித்தளமாக மது சார், அனில் மேனன் சார், சார், ஏன்னா நான் பேஸ்புக்ல எல்லாரும் மலையாளத்திலும் ஆங்கிலத்திலும் தான் வந்து கமெண்ட் போட்டுருவேன். ஒரே ஒரு ஆள் தான் தமிழ்ல போட்டு அதுலயே எனக்கு நிறைய பேரு கேட்டிருக்காங்க தனிப்பட்ட முறையில் எல்லாரும் போல நம்ம இருக்கக்கூடாது இல்லையா, வித்தியாசமா இருக்கு அப்படின்னு நான் தமிழ்ல அட்டப்பாடியில உங்களுக்கு என்ன தேவை இருந்தாலும் இந்த நோயினுடைய தாக்கம் யாராவது சுற்றுலா வருவதாக இருந்தாலும் வாங்க இருக்கலாம். எல்லா வசதியும் நான் பண்ணி கொடுப்பேன். எல்லா பக்கமே அந்த நோயினுடைய தாக்கம் இருக்கு. நம்முடைய அனைத்து அன்புள்ளங்களுக்கும் இன்னும் ஒரு முறை
நன்றி. இந்த நிகழ்ச்சிக்கு ஏற்பாடு செய்த அனைத்து நண்பர்களுக்கும் பாராட்டுகளை நன்றிகளை தெரிவித்துக் கொள்வது மிக்க மகிழ்ச்சி அடைகின்றேன். நன்றி, வணக்கம். ഹലോ ആ മധു പറയൂ പറയൂ. സുധീർ, ഇപ്പൊ കേൾക്കാവോ? ആ ഇപ്പൊ കേൾക്കാം. Right. Sorry everyone for the inconvenience. അനിൽ അനിൽ പോയി. അനിലുണ്ട്. No, Madhu, I am here. Okay. Yes, Anil, now you can speak. Podcast to Sudhir also. Yeah, sorry, you are saying something. Anil, you can speak now. Yeah, that's fine. So Manoj is over. Yes. Please continue, Anil. I did not know that. That's fine. Okay, fine. We are still with around 75-80 participants, and there is few other people also waiting there in our lobby. So the floor is open, as I mentioned to you. Everyone in this meeting now. So I'm sorry. ഞാൻ നേരത്തെ രമേഷ് നാഗരാജ് വന്നപ്പോഴും I think I was not audible. Mr. Krishna Prasad is raising his hand. Not working, Mr. Krishna Prasad is raising his hand. Madhu. I can see. Yeah. I'm really happy to see that Sir, please a wait. lot of people are raising their hand. You are That is really very nice. Who, me? Krishna Prasad. So we have Hello. I can see we have Mr. Harihara Sudan. If I go through the alphabetical order, so Harihara Sudan, over to you, Mr. Harihara Sudan. Anil already hand raise ചെയ്തിട്ടുണ്ട്. Anil. Please wait. Let me find him. Harihara Sudan. Based on that only, I have called the name. Harihara Sudan, please unmute. Yeah, you can speak now. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ആകാംക്ഷയോടുകൂടിയുള്ള ഒരു നിമിഷങ്ങളാണ് ഇപ്പൊ ഇന്ന് ഈ സമയത്ത് നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് തികച്ചും പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിന്റെ ഒരു ഭാഗമായ പോലെ തന്നെയാണ് എനിക്കെന്തോ നമ്മളുടെ ശ്വാസോച്ഛ്വാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് ജീവിതത്തിൽ GCCയുടെ ഓർമ്മകൾ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെന്റ് ചിറ്റൂർ കോളേജിലേക്ക് 90കളിൽ കയറി ചെന്നപ്പോൾ തന്നെ സ്വീകരിച്ച കോളേജിന്റെ ഭംഗിയാണ് തീർത്തും നമ്മളുടെ എല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രിക്ക് 3 വർഷം അവിടെ പഠിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷന് 2 വർഷം കൂടി പഠിച്ച് പ്രീ ഡിഗ്രി കാലഘട്ടം കോളേജുകളിൽ നിന്ന് നിർത്തുന്നത് വരെ നിറസാന്നിധ്യമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടാനും കൊടുക്കാനും കഴിഞ്ഞ വ്യക്തി എന്ന നിലയിലും അധ്യാപകരുടെ ഇടയിലും അനധ്യാപകരുടെ ഇടയിലും കോളേജിന്റെ ചുറ്റുപാടിലുള്ള വ്യക്തികളുടെ ഇടയിലും ഒരുപാട് സ്നേഹത്തോടുള്ള സാമീപ്യം കിട്ടിയ വ്യക്തി എന്ന നിലയിലും ചിറ്റൂർ കോളേജിനെ കുറിച്ച് എവിടെ കേട്ടാലും ചിറ്റൂർ കോളേജിന്റെ മുൻവശത്തൂടെ പോയ ഒരാളുടെ കാര്യം കേട്ട് കഴിഞ്ഞാലും വളരെയധികം കൗതുകത്തോട് തന്നെയാണ്, സ്നേഹത്തോട് തന്നെയാണ് കേൾക്കാറുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം ഒരു പക്ഷേ തടവറയിൽ ആഘോഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ഇന്നുള്ളത്. അതിന്റെ ഒരു അനുഗ്രഹം കൂടിയാണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളിൽ പലരിലും ഉറങ്ങിക്കിടക്കുന്ന പല വാസനകളെയും ഉണർത്താൻ തന്നെ കഴിയുന്ന രീതിയിലേക്ക് ഒരു സ്വാധീനം നമ്മളുടെ കോവിഡ് മഹാരാജാവ് നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. അതിന്റെ എല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള തിരതല്ലലുകളായിട്ടാവണം എനിക്ക് തോന്നുന്നു നമ്മൾ 2ാം പ്രാവശ്യം നടത്തേണ്ട മാമാങ്കം ഒരു തുടക്കം എന്ന നിലയിലേക്കെങ്കിലും
സൂം മീറ്റിങ്ങിലൂടെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എനിക്കിതിന്റെ പ്രഗത്ഭരായിട്ടുള്ള ഇതിന്റെ അണിയറ പ്രവർത്തകരോട്, വിമല ചേച്ചിയോട്, അത് കുറെ ആൾക്കാരെ മുഖപരിചയങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെല്ലാം അവരുടെ ശബ്ദവും അവരുടെ ചലിക്കുന്ന ശരീരവും കാണാൻ ഇതിലൂടെ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഈ വേദി. എന്തായാലും വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി എല്ലാവരുടെയും തികഞ്ഞ സഹകരണത്തോടുകൂടി ഇവിടെ മുതിർന്ന പലരും പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു കരുത്താർജിക്കട്ടെ GCCയുടെ അലുമിനി എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭസായാഹ്നം നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. എല്ലാവരുടെയും ജീവിതം ശോഭിതമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you so much, Mr. Harihara Sudan. Thank you, Harihara Sudan sir. Thank you so much. I have my batchmate there on in our meeting. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അന്ന് ബാച്ച് ആയിരുന്നു, being a student, and even now she continued to be as a student. She is continuing her PhD in Kaladi Shankara College, if I am not wrong. That's what what I have in my memory. And I would like to welcome the blessed നമ്മുടെ അനുഗ്രഹീതയായ സംഗീത ശ്രീ മഞ്ജു മേനോനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. സംഗീതത്തിന് സമയമില്ല, but Manju has assured that she will play a song for us. Manju, wait, Manju, can you hear us? Wait, Manju, wait. Now you can unmute yourself. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഓക്കെ. അനിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് സമയത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എല്ലാവരെയും പോലെ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്കും ഗവൺമെന്റ് കോളേജിലെ 7 വർഷം. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ 91 to 98 ബാച്ചാണ് ഞാൻ. 7 years അവിടെയായിരുന്നു. അവിടെ നിന്നാണ് MA മ്യൂസിക് കഴിഞ്ഞത്. അത് കഴിഞ്ഞു MPhil ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഇപ്പൊ ഞാൻ അവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം എന്റെ PhD അവിടെ ഞാൻ പേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം പ്രൊഫഷൻ മ്യൂസിക് തന്നെയാണ്. കുറച്ച് സിനിമകളിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടുന്നത്. സോപാനം എന്ന് പറഞ്ഞ ജയരാജന്റെ ഒരു മൂവിയിലാണ് പാടിയത്. ദാസങ്ങളുടെ ഒപ്പം ഒരു പാട്ട്, താരനൂപുരം ജാർത്തി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതിൽ 2-3 പാട്ടുകൾ, പിന്നെ ദേശാടനം, എന്റെ ഒരു അഡ്രസ് എന്ന് പറയാവുന്ന പാട്ടുകൾ ഇതൊക്കെയാണ്. കളിവീടുറങ്ങിയല്ലോ, നവാമുണ്ടഹരെ. ആളുകൾ അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറയാണ്. ഇപ്പൊ അനിലിനെ സംബന്ധിച്ചും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇമീഡിയറ്റ് ജൂനിയേഴ്സ്, ഇമീഡിയറ്റ് സീനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു വിഷയാവില്ല. പിന്നെ ഞാൻ എല്ലാ തരത്തിലും ഒരു 7 വർഷം എൻജോയ് ചെയ്ത് കോളേജിൽ നടന്നൊരു പെൺകുട്ടിയാണ്. വളരെ ആക്റ്റീവായ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല ടീച്ചേഴ്സിന്റെ ഇടയിൽ പോലും എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. പല ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാരും പറഞ്ഞ പോലെ വളരെ അത്രയും ദാറ്റ് മെമ്മറീസ് ആർ വെരി ഡിയർ ടു മീ. അത്രയ്ക്കും എന്താ ഒരു ഫീലിംഗ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും സെറ്റിൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഗേറ്റിന്റെ മുൻപ് കൂടി പാസ് ചെയ്യുമ്പോൾ ഇപ്പോഴും എന്തെന്നില്ലാത്തൊരു ഇമോഷൻസ് ആണ്. അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ ഈ ചാറ്റിൽ ആരൊക്കെയോ പാട്ട് പാടണം, ആരൊക്കെയോ ഞാൻ പേര് നോട്ടീസ് ചെയ്തില്ല. കാരണം ഇതെന്താ കുറച്ചു നേരം എന്റെ വീഡിയോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഐ വാസ് ഓൾസോ കൺഫ്യൂസ്ഡ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ആരോ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഒരു പാട്ടിന്റെ കുറച്ച് ഞാൻ പാടാം. എന്തായാലും സന്തോഷം. ശ്രീരാമേട്ടൊക്കെ വന്നു പോയി എന്ന് പറഞ്ഞു. ശ്രീരാമേട്ടൻ എന്റെ വളരെ 5 വർഷം സീനിയർ ആയിട്ട് പഠിച്ചിരുന്ന ചേട്ടനാണ്. ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. അതെയോ? ഞാൻ വിചാരിച്ചു ശ്രീരാമേട്ടൻ. ഹായ് ഫ്രം യുകേസ് ഐഫോൺ ടു എവ്രിവൺ. ഹായ് മഞ്ജു, താങ്ക് യു. ഹായ്.
അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ബന്ധമാണ്. ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരു കുടുംബം പോലെയാണ്. ഇവരൊക്കെ തന്നെയായിരുന്നു ഏട്ടന്മാര്. ഒരുപാട് എൻജോയ് ചെയ്തൊരു കാലമാണ്. അവിടുന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയതും നാഷണൽ ലെവലിൽ പോയിട്ടുള്ളതും എല്ലാം. ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് ഞാൻ എപ്പോഴും ഇപ്പൊ കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു വ്യക്തി എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിപ്പോ ഒറ്റയ്ക്ക് ഒരാൾക്ക് അത്രത്തോളം അങ്ങനെ ആവാൻ പറ്റില്ല. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടുകാര്, അച്ഛനമ്മമാര് മാത്രമല്ല, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നവര്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മൾ മൂവ് ചെയ്യുന്ന എൻവയോൺമെന്റ്, എവറിത്തിങ് കോൺട്രിബ്യൂട്ട്സ് അല്ലെ. അത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണ്. എന്റെ കോളേജ് മേറ്റ്സ് ആയിക്കോട്ടെ, ആ ഒരു ആംബിയൻസ് ആയിക്കോട്ടെ, ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആസ് എ പേഴ്സൺ ഞാൻ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ഞാൻ സമയമധികം കളയണില്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യണമല്ലോ. അപ്പൊ ഒരു ചെറിയ പാട്ട് ഞാൻ പാടിയത് തന്നെ, കളി വീടുറങ്ങിയല്ലോണ്ട് ചെറിയൊരു പോർഷൻ ഞാൻ പാടിയിട്ട് ഞാൻ പോവാണ്. അതൊന്ന് പറയാം. അനിൽ, ഓക്കെ? കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്റെ അടങ്ങാത്ത ജന്മദുഃഖം. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ജോയിൻ ചെയ്തിട്ടുണ്ടോ? അല്ല, താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ, പൊന്നമ്മ നൽകിയാലേ ഉണരാറുള്ളൂ. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ, പൊന്നമ്മ നൽകിയാലേ ഉണരാറുള്ളൂ. കഥയൊന്ന് കേട്ടാലേ ഉണ്ണാറുള്ളൂ, എന്റെയും കൈവിരൽ തുമ്പ് പിടിച്ചേ നടക്കാറുള്ളൂ, അവൻ നടക്കാറുള്ളൂ. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഹോപ്പ് യു എൻജോയ്. ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് അയച്ചിട്ടുണ്ട്. പേരുകൾ ഞാൻ നോക്കിയില്ല, അതിന്റെ ഇടയിൽ അച്ചാന്ന് ഞാൻ കണ്ടു. അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ബാലു. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ, അനിലിനെ അറിയുമെന്ന് അറിയില്ല, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. ബാലുവിന്റെ അച്ഛ രവീന്ദ്രനാഥ്, അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനാണെങ്കിൽ അച്ഛ ഒരു ഹായ്, എന്താ ഞാനും അച്ഛന്നാണ് വിളിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ കണ്ടുപോലെ തോന്നി. എനിവേ വെരി ഹാപ്പി. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. അനിൽ, സോ ഐ ക്യാൻ ലീവ് നൗ എന്ന് വിചാരിക്കണു. താങ്ക് യു സോ മച്ച്. എല്ലാവരും കേട്ടതിന് നന്ദി. ബൈ. Thank you once again. Now, Gopakumar, Mr. Home, Gopakumar, Mr. Gopakumar. നമസ്കാരം. ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റി തന്നെ വളരെയധികം ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് തലമുറകളുടെ സംഘമായിട്ട് മാറുകയാണ്. ഞാനിപ്പോൾ ഇതിൽ പലരെയും കാണുമ്പോൾ എന്നെക്കാളും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കുറച്ചുപേര് അറിയുന്നവരുണ്ട്, കുറച്ചുപേര് ജൂനിയേഴ്സ് ആയിരിക്കാം, എന്റെ ബാച്ചിലുള്ളവർ കുറച്ച് പേരുണ്ടാവാം. ഞാൻ 81 to 86 ആണ് കോളേജിൽ പഠിച്ച. 81 to 83 പ്രീ ഡിഗ്രിയും, അത് കഴിഞ്ഞ് 83 to 86 ഫിസിക്സ് ബാച്ചും ആയിരുന്നു. അതിലിപ്പോൾ എത്ര പേര് വല്ലവരും ഇവിടെ ഉണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും ഈ ഒരു
മീറ്റിംഗ് സംഘടിപ്പിച്ചതിൽ സംഘാടകർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അതിനു പുറമെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നമ്മളുടെ ചിറ്റൂർ കോളേജിൽ നിന്ന് പോയിട്ടുള്ള പല ആൾക്കാരും പല ഡെസിഗ്നേഷൻസിലും പല ഫീൽഡിലും വളരെയധികം എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ആ എക്സ്പെർട്ടീസ് വെച്ചിട്ട് ഒരു പൂളായിട്ട് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി ചിറ്റൂർ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആ പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ചുള്ള അവരെ അറിവിനോ, കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കരിയർ ഡെവലപ്മെന്റ് ആണ് പ്രധാനം. അതിനോടൊപ്പം തന്നെ ഇത്രയും എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരുള്ള സമയത്ത് ബാങ്കിങ്ങിലായാലും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആയാലും അതല്ലെങ്കിൽ മറ്റുള്ള ഫീൽഡുകളിലായാലും എല്ലാം ആ രീതിയിലുള്ള ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പോൾ കുറച്ചുപേര് ചുറ്റിലുള്ളവർ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കണം. ഞാൻ നാട്ടിലല്ല, ഞാൻ 10-22 വർഷമായിട്ട് ഞാൻ കുവൈറ്റിലാണ്. FBയിൽ എൻ്റെ പേര് ഗോപകുമാർ ചിറ്റടത്ത് എന്നായിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു കൂട്ടായ ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി തലമുറയ്ക്ക് അത് വളരെയധികം ഉപകാരമാവും. ഇന്ന് എല്ലാ വിധത്തിലും പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, നമുക്കപ്പോ അതിന് പകരം വേറൊരു ചാനലൈസ് ചെയ്തിട്ട് എല്ലാവരുടെയും എക്സ്പെർട്ടീസ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന മാതിരി ഒന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു സജഷനാണ്. എന്നെ കൊണ്ടാവുന്ന ഭാഗത്ത് എൻ്റെ എന്നുള്ള ഇത് ഞാൻ അതിലേക്ക് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിലേറെ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നമുക്ക് ഇതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം കോവിഡിന്റെ സമയത്ത് എല്ലാവരും ഫിസിക്കലി അകന്നാലും ഇപ്പൊ എല്ലാവരും മെന്റലി മാനസികമായിട്ട് ആൾക്കാരുടെ തമ്മിൽ കൂടുതൽ അടുപ്പം വരികയാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും പല വിധത്തിലുള്ള സൂം മീറ്റിംഗ്സ് ആണ്, പല വിധത്തിലുള്ള ഗൂഗിൾ മീറ്റ്സ് ആണ്. ആൾക്കാർ തമ്മിൽ വീണ്ടും വീണ്ടും അടുത്തോണ്ടിരിക്കുകയാണ്. അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലെറ്റ് us ബി പോസിറ്റീവ് ആൻഡ് ഇത് വളരെയധികം നന്നായിട്ടൊരു ശക്തി പ്രാപിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത്? Thank you, sir. Thank you. Yeah. So we thank you, Gomar sir. We have again, quickly in the alphabetical order. I could see from the hand raising people. I can see Biju Paul sir. You are welcome, Mr. Biju Paul. I don't think we have met each other, but of course, I used to read some of your posts here and there. You are welcome, please. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു തിരുവിതാംകൂറുകാരനാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 20 വർഷം പാലക്കാട് ജില്ലയിലാണ് ഞാൻ കഴിച്ചു കൂട്ടിയത്. 71 തൊട്ട് 91 വരെ. അതിൽ 78 തൊട്ട് 81 വരെ BSc കെമിസ്ട്രി അവിടെ പഠിച്ചു. ഇപ്പോൾ എൻ്റെ സ്വന്തം നാടായ തൊടുപുഴയിലാണ് താമസിക്കുന്നത് തൽക്കാലം. 59 വയസ്സായി. ഒരു കൊല്ലം കൊണ്ട് റിട്ടയർ ആകാൻ. കേന്ദ്ര സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ സെൻട്രൽ GSTയുടെ ഇടുക്കി ജില്ലയുടെയും പെരുമ്പാവൂർ ഡിവിഷൻ്റെയും അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരും ഇപ്പോൾ ഈ മീറ്റിങ്ങിലില്ല. പരിചയമുള്ളവരെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടുണ്ട്, ജയദാസൻ. ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം പലരും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടാറുണ്ട്. വിദേശത്തെ കാഴ്ചകൾ അത്ര സുന്ദരമാണ്, നോർത്ത് ഇന്ത്യയിലെ കാഴ്ചകൾ ഇത്ര സുന്ദരമാണ്. ജയദേവൻ സാറിനെ കണ്ടാണ് ഞാൻ, ജയദേവ് സാറിൻ്റെ ബൈക്ക് ഓടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ 2 വീലർ മേടിക്കണമെന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടിയ ഉടനെ ഒരു 2 വീലർ മേടിച്ചു. ഒരു 10 കൊല്ലമായിട്ട് പല സ്ഥലങ്ങളിൽ കൂടെയും 2 വീലറിൽ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പറ്റിയ ഒരാളാണ് ഞാൻ. ഏകദേശം ആസ് എ ടൂറർ ഒരു 2-2.5 ലക്ഷം കിലോമീറ്റർ ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട്. അതിൽ ഞാൻ നോക്കിയതിൽ കേരളത്തിൻ്റെ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഒന്നുമില്ല. പ്രത്യേകിച്ചും പാലക്കാട്, വയനാട്, ഇടുക്കി, ഈ 3 ജില്ലകൾ. ബാക്കിയുള്ള ഈ കുട്ടനാടൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ പാലക്കാടിനും വയനാടിനും അല്ലെങ്കിൽ ഹൈറേഞ്ചിനും, ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിനും ഉള്ള ആ മനോഹാരിത വേറൊരു സ്ഥലത്തും ഇല്ല. പിന്നെ അതൊന്ന്. 2, എൻ്റെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായ കാലത്ത് ഒക്കെ ഞാൻ കൊടുവായൂർ താമസം ചിറ്റൂരും ആലത്തൂരുമായിട്ട് പഠിച്ച ആളാണ്.
മലബാറുകാര്, പാലക്കാടുകാര്. ഞാനൊരു തിരുവിതാംകൂറുകാരനാണെന്ന് ആദ്യം പറയാൻ ഉള്ള കാരണം ഇത് തന്നെയാണ്. മലബാറിലുള്ള ആൾക്കാരുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. തെക്കോട്ട് വരുംതോറും ആൾക്കാരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ വളരെ സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. വളരെ റെയറായിട്ട് നിങ്ങൾക്ക് തിരുവിതാംകൂറിലൊരു വിശാല മനസ്സുള്ള ഒരാളെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ വിശാല മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിൽ ഞാൻ 10 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ വളർന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു ദിവസം ഈ കോൺവെർസേഷനിൽ ഭാഗം ആകാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ഞായറാഴ്ചയും ആ വഴിക്ക് പോകാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്പാട്ടുപാളയത്തിലുള്ള വിജയമാതാ കോൺവെന്റിന്റെ അടുത്തുള്ള പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്ന് തൊട്ടേ ചിറ്റൂർ കോളേജിലുള്ള 2 സാർമാരെ അറിയാം. കെമിസ്ട്രി തന്നെയുള്ള ജോയ് സാറും ജോർജ് സാറും ഒരേ പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ പറയുന്നത് ഇത് കൊച്ചി രാജ്യമാണ്, നമ്മൾ മലബാറിൽ നിന്ന് കൊച്ചിയിലേക്കാണ് എല്ലാ ഞായറാഴ്ചയും പോവുകയും വരികയും ചെയ്യുന്നത് പറയായിരുന്നു. അതിൻ്റെയൊക്കെ ആ ചരിത്രങ്ങളൊക്കെ പിന്നീട് ചിറ്റൂർ വന്നതിന് ശേഷം അമ്പാട്ടുപാളയത്തും ചിറ്റൂരുമുള്ള എൻ്റെ സീനിയേഴ്സ് പറഞ്ഞാണ് എങ്ങനെയാണ് ചിറ്റൂർ എന്ന് പറയുന്നത് കൊച്ചിയുടെ ഭാഗമായെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്. എന്താ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള കഴിവൊന്നുമില്ല എനിക്ക്. നിങ്ങളെല്ലാവരെയും ഈ സൂം മീറ്റിംഗ് കൂടെ കാണാൻ കഴിഞ്ഞതിലും എല്ലാവരോടും എൻ്റെ മനസ്സിലുള്ളത് പറയാൻ സാധിച്ചതിലും വളരെ നന്ദിയുണ്ട്. ജയ് ഹിന്ദ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് അടുത്തത് നമ്മൾ നേരത്തെ നിർത്തിയിരുന്ന കുമാർ സാർ ഉണ്ട്. കുമാർ സാർ ഒന്ന് വരാമോ? ഓക്കെ കുമാർ സാർ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. കുമാർ സാർ വീഡിയോ ഈസ് ഓക്കെ താങ്ക് യു. ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. എൻ്റെ പേര് പത്മകുമാർ. ഞാൻ ചിറ്റൂർ കോളേജിൽ 76 to 79 എക്കണോമിക്സ് ബാച്ചിലാണ് പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 34 വർഷമായി മസ്കറ്റിൽ ജോലി നോക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മാത്തൂരിലാണ് ഇപ്പോൾ. ഇതാണ് എൻ്റെ പേഴ്സണൽ വിവരങ്ങൾ. ഇനിയും ബാക്കി കുറേ ആൾക്കാർ സംസാരിക്കാനുള്ളത് കാരണം ഞാൻ അവർക്ക് കൈമാറുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു കുമാർ സാർ. രമേശ് പാലക്കൽ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് രമേശ് പാലക്കൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ ചിറ്റൂർ കോളേജിൻ്റെ ഒരു സ്റ്റുഡൻറ് തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിനും അതേമാതിരി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം എല്ലാവരും ആഘോഷിക്കേണ്ട ദിവസമാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച നല്ല ആത്മാക്കൾക്ക് വേണ്ടി സ്മരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ പാലക്കാടുകാരനാണ്. 1982, 85 ഈ കാലഘട്ടത്തിലാണ് ഞാൻ ചിറ്റൂർ കോളേജിലെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് TK ശേഷാദ്രി ഈ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവാണ്. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം കൂടി ലിങ്ക് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. വളരെ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒന്ന് കൂടണമെന്ന്. ജീവിതത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിൽ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും വിട്ടുപോയി. അതിൽ ഒന്നാണിത്. ഇനി ആക്റ്റീവായിരിക്കാൻ താല്പര്യമുണ്ട്. അപ്പം എന്തായാലും ഇതിലൂടെ എത്ര നേരം ഞാനിത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കണ്ടു. പരിചിതമുള്ള മുഖം എന്ന് പറയുന്നത് ശ്രീ പത്മകുമാറാണ്. അദ്ദേഹം ചിറ്റൂർ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ തമ്മിൽ ഇവിടെ പാലക്കാട് ക്ലബ്ബ് എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനിപ്പോൾ മസ്കറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്.
ഞാൻ എൻ്റെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പ്രൈവറ്റ് ജോലിയിലായിരുന്നു, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരുന്നു. 10-25 വർഷം നാട്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഗൾഫിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ മസ്കറ്റിലാണ്. ഇവിടെ ഒരു കമ്പനിയിലെ കമേഴ്ഷ്യൽ മാനേജർ ആൻഡ് കോൺട്രാക്ട്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെച്ചിട്ടുള്ള വളരെ ചുരുക്കം പരിചിതരായിട്ടുള്ള ആളുകളിൽ എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു അദ്ദേഹമാണ് ശ്രീ പത്മകുമാർ. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ പോയി സെറ്റിലായ കാര്യമൊക്കെ ഞാൻ അറിയാം. അപ്പൊ അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോൾ കുറച്ചു മുമ്പ് മിസ്റ്റർ കുമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം അദ്ദേഹം ഇതിലുണ്ടെന്ന് അറിഞ്ഞതിൽ. എന്തായാലും ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ ഇനിയും ബാക്കി നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാനും പങ്കെടുക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ കിട്ടിയതിലും വളരെ സന്തോഷം. ഇനി ഇവിടെ നിങ്ങളുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടാനും ആശയവിനിമയം ചെയ്യാമെന്നും വിശ്വസിക്കുന്നു. സ്നേഹമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ഇതിന്റെ അഡ്മിൻ, ഇതിന്റെ പുറകിലുള്ള പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച് രമേശ് സർ. നൗ ഇറ്റ് ഈസ് ദ ടൈം ഫോർ മിസ്റ്റർ ശിവകുമാർ. ശിവകുമാർ, യെസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ ഇത്തരമൊരു കൂട്ടായ്മ ഒരുക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. എൻ്റെ പേര് ശിവകുമാർ. ഞാൻ 1980-85 ബികോം കഴിഞ്ഞ് കോളേജിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാനിപ്പോൾ പാലക്കാട് RTO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ എല്ലാ എൻ്റെ സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും എല്ലാം കാണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ കൂട്ടായ്മയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശിവകുമാർ സാർ. നൗ മുരളീധരൻ സാർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നാവെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാർ. താങ്ക് യു സാർ. ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അതിലുപരി ഇങ്ങനെ ഒരു വെർച്വൽ മീറ്റിംഗ് സംഘടിപ്പിച്ച അതിന്റെ എല്ലാ അഡ്മിൻസിനും പാനലിനും വളരെയധികം നന്ദി. സ്വയം പരിചയപ്പെടുത്താം. 76-79 ബാച്ചിലെ ബോട്ടണി ബാച്ചിലാണ് ഞാൻ പഠിച്ചത്, ചിറ്റൂർ കോളേജില്. സ്വദേശം കിഴക്കഞ്ചേരിയിലെ മൂലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നൊരു ഡേ സ്കോളർ ആയിരുന്നു. കുറച്ച് സമയം ഫൈനൽ ഇയർ മാത്രം നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിന്റെ തൊട്ടടുത്തുള്ള ലീലാകൃഷ്ണൻ പറഞ്ഞ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയുണ്ടായിട്ടുണ്ട്. ആ 3 വർഷവും വളരെയധികം നല്ല ഓർമ്മകൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ അവസരം തന്ന നമ്മുടെ സഹപാഠികൾക്കും വളരെയധികം നന്ദി. എന്റെ ബാച്ചിൽ പെട്ടിട്ടുള്ള ആകെ പത്മകുമാർ സാറിന് മാത്രമേ ഞാനിപ്പോ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് വർഷമായതുകൊണ്ട് എനിക്ക് റെക്കഗ്നൈസ് പറ്റുന്നില്ല. എന്നിരുന്നാലും ഞാനിപ്പോ അണ്ടാഴി സ്കൂളിലെ ഒരു ടീച്ചറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പൊ വീട്ടില് സ്വസ്ഥമാണ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Okay, thank you sir. Now I have again one more person from our music department. I am sure most of you might be again knowing her. Her name is none other than Sajida. Sajida, I hope you are there, Sajida. Sajida has assured that she will. Sudhir, can you just? Yeah. Hi, Sajida. Sajida, I think you are not audible. Yes, we can hear. Yeah. You are audible now. So, Welcome, Sajida. Joining for our. അതുകൂടാതെ നമ്മുടെ സംഗീതത്തിന്റെ ലോകത്തേക്ക് നമ്മളെ കുറച്ചു നേരം കൊണ്ടുപോകാനും സൈദ അഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈദ, ഓവർ ടു യു. താങ്ക് യു. എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതന്നെ സന്തോഷം. ഞാൻ 90 ബാച്ചായിരുന്നു. 90 to 97, അതായത് പ്രീ ഡിഗ്രി തുടങ്ങി PG വരെ ചിറ്റൂര്. പിന്നെ
എല്ലാം എന്റെ ലൈഫ് ഫുൾ അവിടെ തന്നെ എന്ന് പറയുന്നത്. കാരണം എന്റെ ലൈഫ് പാർട്ട്ണറും എനിക്ക് അവിടെ തന്നെയാണ് കിട്ടിയത്. ബിനു. പിന്നെ മ്യൂസിക് ആയിരുന്നു അറിയായിരിക്കും എല്ലാരും. എന്താ പറയാ, മാക്സിമം അടിച്ചു പൊടിച്ച് നടന്നു തന്നെ പറയാം കോളേജ് ലൈഫ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും പ്രോഗ്രാംസും പിന്നെ എലക്ഷൻ വർക്കുകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട്. കോളേജിൽ പോയിട്ട് ആ വഴി കൂടെയൊക്കെ ഒന്ന് നടന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് വന്നൊന്ന് ഇരുന്ന് ഒരു ഇച്ചിരി ആശ്വാസം കിട്ടും അന്നേരം. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന സമയത്തൊക്കെ പാലക്കാട് വന്ന് കോളേജിന്റെ അവിടേക്ക് ഒന്ന് വന്നിരിക്കാറുണ്ട്. പിന്നെ ഈ പരിപാടിയിൽ വിളിച്ച് അനിൽ, എനിക്ക് പക്ഷെ ഇതില് പലരെയും എനിക്ക് അറിയുന്നില്ല. ഇനിയിപ്പോ അറിയുന്നവരെ ഞാൻ സ്ക്രീനിൽ കാണുന്നില്ല. സോറി, എനിക്ക് എന്നെക്കാളും ഒത്തിരി മുന്നേ പഠിച്ചവരാന്ന് തോന്നുന്നു ഇപ്പൊ എന്തായാലും സ്ക്രീനിൽ കാണുന്നത്. ഞാൻ പിന്നെ ഇപ്പൊ ചെയ്യുന്നത് മ്യൂസിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് UK, അതില് മ്യൂസിക്കിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് തന്നെയാണ്, പ്രൊഫഷൻ മ്യൂസിക് തന്നെയാണ്. ക്ലാസ്സുകളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയതായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പൊ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു പ്രേയർ സോങ് ഞാൻ പാടുന്നത്. ഇത് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ മീൻസ് എന്റെ അമ്മ ജനിച്ചത് 1947 ഓഗസ്റ്റ് 15. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് എന്റെ അമ്മ ജനിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തിന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ എന്റെ സുഹൃത്തുക്കളും, എന്റെ മുന്നേ പഠിച്ചവരും ഞാൻ കഴിഞ്ഞ് പഠിച്ചവരും ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചെറിയ 2 ലൈന് ഒരു പ്രയർ ഞാൻ പാടാം. ഓക്കെ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ഇണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന ആഴമെന്നുമിൻ മനസ്സിലെഴുതേണമേ. ഒത്തിരി നന്ദി ഈ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Sajida. Thank you so much for being here with us today evening. Thank you. Sudhir, over to you. Thank you so much. Nobody raised their I convey our birthday wishes to your mother. Being Thank you. Being Independent Day. And Anil, nobody raised their hand as of now. Any Okay, no problem. We have yes, Mr. Balakrishnan. Yes. We have Anil, Mr. Balakrishnan is there. Mr. Balakrishnan, you can take the floor. Yes. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടെ ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് നമ്മളൊക്കെ ശരിക്കും പഠിച്ചത് ഈ ഒരു
കഴിഞ്ഞ ഒരു 3-4 മാസക്കാലത്തായിരിക്കുന്ന ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയും. അധികം ആമുഖമില്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇടതന്ന അഡ്മിൻസിനും എല്ലാവർക്കും എൻ്റെ നന്ദി. എൻ്റെ പേര് ബാലകൃഷ്ണൻ. എൻ്റെ വീട് തത്തമംഗലത്താണ്. ഞാൻ 89 തൊട്ട് 94 വരെ നമ്മുടെ കോളേജിലാണ് പഠിച്ച്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. അത് കഴിഞ്ഞ് BSc സുവോളജി 94 വരെ. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് മാറിയതാണ്. ഞാൻ ചെന്നൈയിലായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞ് ഞാൻ മസ്കറ്റിലോട്ട് വന്നു. 2002 വരെ മസ്കറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ ഞാൻ ദുബായിലാണ്. ഇവിടെ ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയിൽ അവരുടെ ബ്രാൻഡ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ചിറ്റൂർ കോളേജിൽ തന്നെയാണ്. എൻ്റെ അച്ഛനെ ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് നല്ലോണം അറിയായിരിക്കും, മിസ്റ്റർ രവീന്ദ്രനാഥ്. I really feel proud of you people because I couldn't see much of very young faces over here. It's very difficult to keep this tempo even at this time, even during this really challenging times. എങ്കിലിരുന്നാലും നിങ്ങളുടെയൊക്കെ ആ ഒരു നിശ്ചയ ദൃഢാത്യം കണ്ടിട്ട് ഞങ്ങളാണ് ഇൻസ്പയർഡ് ആവണത്. സീനിയേഴ്സ് ലൈക്ക് ജയദേവൻ അങ്കിൾ, എല്ലാവരും, നിങ്ങളെല്ലാവരും പണ്ട് രത്നവലി ടീച്ചർ ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. പിന്നെ ഞങ്ങളുടെ BSc സുവോളജിയുടെ 91-94 ബാച്ച് ഞാൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ച 17 പേര് ആൾക്കാരുണ്ട്. 17 പേരുമായിട്ടും ഇപ്പോഴും ടച്ച് ഉണ്ട്. വി ഹാവ് എ ഗ്രൂപ്പ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഐ ഡിഡ്ന്റ് ഇൻഫോം ദിസ് ടു അവർ ഗ്രൂപ്പ്. എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്, സോറി. ഞാൻ എന്തായാലും ഇതിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നതായിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും പലരെയും കേൾക്കാൻ കഴിഞ്ഞതിലും അവരുടെ അനുഭവങ്ങള് ഷെയർ ചെയ്യുന്നത് കേൾക്കാൻ കഴിഞ്ഞതിലും ഇതിനൊരു ചാൻസ് തന്ന all admins, thank you very much. Thank you. Once more, wishing you all a happy Independence Day. Thank you. ബാലകൃഷ്ണൻ ഇപ്പോഴാണ് ആളെ മനസ്സിലായി. എൻ്റെ ജൂനിയർ ആയിരുന്നു, ഓർമ്മ വന്നോ? എൻ്റെ ജൂനിയർ ആയിരുന്നു സുധീർ മേനോൻ. ഓക്കെ, പാർട്ടിസിപ്പന്റ് പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വാനിഷ് ആവും. അതുകൊണ്ടാണ് പിന്നെയും കിട്ടാത്തത്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ ആ സിമ്പൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി റൈസ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നൗ രാജ്കുമാർ നായറിന്റെ ഒരു കൃഷ്ണപ്രസാദ് ഉണ്ടായിരുന്നു, എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കൃഷ്ണപ്രസാദ് സാറിന് ആദ്യം കൊടുക്കാം. കൃഷ്ണപ്രസാദ്. ഹലോ. ആ സർ. ഹലോ. കേൾക്കാം സാർ. Okay. My name is Krishna Prasad. I studied in Government College Chittoor from 1983 to 86. BSc സുവോളജി ബാച്ച് ആയിരുന്നു. പല്ലശ്ശനിയിലാണ് എൻ്റെ സ്വദേശം. ബട്ട് ഞാൻ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന കോയമ്പത്തൂരാണ്. ബട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ലാസ്റ്റ് 2 decades ആയിട്ട് സൗദി അറേബ്യയിലാണ്, ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ കൊണ്ട് എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഈ ഒരു വെർച്വൽ മീറ്റ് കൊണ്ട് നമുക്ക് നേരിട്ട് കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഇട്ട് ആളുകളെ വെറുപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാൻ കൂടി ആണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. കാരണം എന്റെ interest of subjects varies from day. Every day it changes. Sometimes technology, sometimes politics, sometimes science, sometimes literature, sometimes music, sometimes sports. So I used to share the most of the whichever enchanted me, I used to share with our group. I thought everybody enjoys or everybody getting bored by my post. Then നമ്മുടെ മാമാങ്കം 2 ഉണ്ടാകുമായിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഇത് പുതിയ ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വെർച്വൽ മീറ്റിംഗ് ഞാനിപ്പോ പുതിയതായി പഠിച്ച ഒരു ടെക്നോളജിയാണ്. ഒരു മാർച്ച് മുതൽ ഇപ്പോ എവറിഡേ ഒരു 2-3 വെർച്വൽ മീറ്റ്, വെർച്വൽ മീറ്റിംഗ്സ്, ഒന്നുകിൽ വെബ് എക്സ് അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ചില സമയത്ത് വീഡിയോ മിസ്സാകും, ചിലപ്പോ ഓഡിയോ മിസ്സാകും, ചിലപ്പോ ഓഡിയോയും വീഡിയോയും മിസ്സാകും. ബട്ട് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പുതിയ ടെക്നോളജി ആൻഡ് ഇപ്പോ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇനി വീണ്ടും വീണ്ടും ഈ വെർച്വൽ മീറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3 monthsലോ അല്ലെങ്കിൽ 2 monthsലോ ഒരിക്കൽ കൂടണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്. Thank you so much, Mr. Krishna Prasad. Handing over the floor to Mr. Rajkumar sir. Rajkumar sir. Now it is your time, sir. Rajkumar sir. 1 2 3 4. Rajkumar sir. Yes. ഞാൻ രാജ്കുമാർ, കോട്ടയാണ് പ്രദേശം. അതെ അതെ അതെ. ചിറ്റൂർ പഠിച്ചത് 74-79 വരെ. കെമിസ്ട്രി ആയിരുന്നു 78-79. പിന്നെ അതിനുശേഷം 81 നാട് വിട്ടതാണ്. ഇപ്പൊ ഞാൻ ദുബായിലാണ്, ഇതിനെ സംസാരിക്കണേ. വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ പറ്റിയതില്. പലരും പഴക്കാരൊന്നും കാണുന്നില്ല, പരിയില്ലാത്ത മോഹം അധികവും. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും 1-2 ഫ്രണ്ട്സ് ഉണ്ട്, വിമലാക്കാര്, വിനോദ് റാം. മറ്റേ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ഒരു കാത്തമംഗലത്ത് നാരായണക്കുട്ടി ഉണ്ടായിരുന്നു. AVN കണ്ടപ്പോ ആ നാരായണക്കുട്ടിയാണോ പറഞ്ഞപ്പോ അല്ല തോന്നണ. ഇപ്പോഴും അതേ കെമിസ്ട്രി ലൈനിൽ വർക്ക് ചെയ്യണത്. ഇലക്ട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ, അതായത് ഡിസിൻഫെക്ഷൻ, ഗ്യാസ് ക്ലോറിനേഷൻ, ഇലക്ട്രോറിനേഷൻ, അങ്ങനെ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെയാണ്. ഈ കാലം എല്ലാം കെമിസ്ട്രി അതേ ലൈനിൽ തന്നെയാണ് വർക്ക്. ഭാഗ്യമുണ്ടായി. പിന്നെ ചിറ്റൂർ കോളേജിന്റെ ഓർമ്മ പറയാനേ ഇല്ല, എന്ന് തന്നെ പച്ച പിടിച്ച് കിടക്കും. ഇപ്പോഴും ആലുമ്പോ അവിടുത്തെ പുഴയുടെ അടുത്ത് പോയി അവിടെ ആഹാരം കഴിച്ചതും, മരം ചോട്ടിലിരുന്നിട്ട് കൂട്ടുകാരും കൂടി പാട്ട് പാടും. പിന്നെ അവിടുത്തെ ചായ മറക്കാൻ പറ്റില്ല. ആശയം എവിടെ പോയി കഴിച്ചിട്ടില്ല. പിന്നെ അന്നൊക്കെ ബസ് വളരെ കുറവാണ്. കോട്ടയത്ത് പോകാനാകെ ഒരു ഡേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 5 മണി ബസ് പിടിക്കാൻ ഓട്ടോ ഉണ്ട്. അതെല്ലാം നല്ല ആ ഓർമ്മ ആയിട്ട് എങ്ങനെ ജീവിച്ചു പോകും. ഇതൊരു വെർച്വൽ മീറ്റിംഗ് കുറച്ച് 2 മാസം കൂടുമ്പോ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അറിയപ്പെടാനും നമുക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങളും നല്ല ചെയ്യാൻ പറ്റും എന്നാണ് തോന്നല്. എന്നിട്ട് അവിടെ എല്ലാമേത്തും എത്താനൊന്നും പറ്റില്ലോ. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് പരസ്പരം അറിഞ്ഞിട്ടും സഹായിച്ചിട്ടും ലോകാവസ്ഥ സുഖിനോ ഭവ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. Okay, thank you sir, thank you. Now it is a time for ശ്രീമതി ശ്രീദേവി. Yes, നല്ലപോലെ കേൾക്കാം. നല്ലപോലെ കേൾക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും മാമാങ്കം സെക്കൻഡിന് എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കഷ്ടകാലത്തിന് കൊറോണ വന്നു. ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും എല്ലാവരെയും കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും ഇത് സംഘടിപ്പിച്ച എല്ലാവരോടും, അനിൽ, മധു, നാരായണൻകുട്ടി, വിമല, സുധീർ, എല്ലാവരുടെ വളരെ സന്തോഷമുണ്ട്. ആർക്കും ഞാൻ നന്ദി പറയുന്നില്ല, കാരണം നമ്മളെല്ലാവരും GCC മക്കളാണ്. അപ്പൊ എല്ലാവരോടും സ്നേഹവും സന്തോഷവും മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ. എന്നെ ഇതില് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ നല്ലേപ്പള്ളിയിൽ നിന്നാണ്. കുറെ വർഷങ്ങളായിട്ട് US-ലാണ്. ഇപ്പൊ നാട്ടിൽ കൂടുതൽ ടൈം നിൽക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ വന്നിരിക്കുകയാണ്. മക്കളൊക്കെ US-ൽ തന്നെയാണ്. 74-ൽ നിന്നാണ് ഞാൻ മ്യൂസിക് മെയിൻ എടുത്തിട്ട് 74-ലാണ് എൻ്റെ കോളേജിലത്തെ ഡിഗ്രി കഴിഞ്ഞത്. ഏതായാലും പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. എല്ലാവരും കണ്ടതിലത്തെ സന്തോഷം, ആ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്നു.
മഞ്ജുവിന്റെ ഒക്കെ പാട്ട് ശ്രീരാമൊക്കെ മഞ്ജുവിനൊക്കെ നല്ലപോലെ പേഴ്സണലായി എനിക്കും അറിയുന്ന. എന്തായാലും ആ സന്തോഷത്തിന്റെ അതിൽ തന്നെ കാലം എന്റെ ഈ പ്രസംഗം അധിക പ്രസംഗം എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അത് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് താങ്ക് യു ശ്രീദേവി ചേച്ചി. നൗ ജയകുമാർ സാർ. Okay. Namaste. Namaskar, sir. Okay. Look, my name is Jay Kumar. I studied in 1963 to 67. 64 PUC. Then 64 BSc Physics. And I'm native of Coimbatore. And I had a very pleasant time for 4 years in Chittoor. After that, I'm regularly having, to the best of possible, connections with everybody. And I used to attend all the meetings to the extent possible. And I'm also coordinating all our friends, GCC friends in Tamil Nadu. I have about 30 to 40 our people whom we are having a group where we share almost every day a lot of good things and all. So anybody from Tamil Nadu who would like to join in the group from Government College Chittoor, if you want, I will give you my phone number, or you can get it from Rabin sir or our alumni president or anybody. And when I was there, I was in the cricket team also, and I was in the NCC also. I did up to C grade and all. And I have a small business, and I have some NGO activities where we do a lot of environment activities, taking students to Parambikulam Wildlife Sanctuary and all those places and all. So my good memories, and I'm so happy to meet so many people. In fact, we had a better interaction through this net arrangement than in person. So I appreciate the person who has organized for it. And as the other gentleman was telling, almost every day we have some meetings and all. So once in 3 months we can increase our contacts like this. So it will improve our interaction. So if you want, I will give you my phone number for those who are in Tamil Nadu. They can give me a SMS or something so that I can include them in our Government College Chittoor WhatsApp group. My number is. Sir, you can type it. You can type in the chat box, sir, so that anybody can. Okay, I will do it. And again, thank you for giving me an opportunity. Thank you So much, sir. Jaykumar sir, thank you so much. Now it is the time for Mr. Muralidharan. Yes, sir, it is your turn. Okay. Clear. Clear. Okay, thank you. Clear. Okay. ഞാൻ 76-76 പ്രീഡിഗ്രി കോമേഴ്സ് ചിറ്റൂർ കോളേജില്. ആരും ഇതിൽ പരിചയമുള്ളവർ ആരും കാണുന്നില്ല. പക്ഷെ 2-3 ആള് നാരായണൻകുട്ടിയേട്ടനുണ്ട്, നമ്മുടെ ജയദേവൻ സാറുണ്ട്, അവരൊക്കെ പരിചയമുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മിലിറ്ററി പോയി, രാജ്യത്തെ സേവിക്കാൻ. അത് മതിയാക്കി വന്ന് ഇപ്പൊ പോലീസിൽ ചേർന്ന് ഇപ്പൊ എസ് ഐ ആയിട്ട് റിട്ടയർഡ് ആയി ഇരിക്കുകയാണ്. ഫസ്റ്റ് മാമാങ്കത്തിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, ചില കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പരിചയപ്പെട്ടുണ്ടാവും. കാരണം ഞാൻ ആ വർഷം നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ 2nd പ്രൈസ് ഹാമർ ത്രോയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ എന്തായാലും ഒന്ന് മൊമെന്റം തന്ന് ആദരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല, വരാൻ കഴിയാത്തതുകൊണ്ട് വരാൻ കഴിയാത്ത വിഷമം ഉണ്ടായിരുന്നു. പോട്ടെ. പക്ഷെ എന്നെ അറിയുന്നില്ലെങ്കിൽ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, ശക്തിധരൻ. 82 വരയ്ക്കും ചിറ്റൂർക്കോളയിൽ ഉണ്ടായിരുന്നു. ശക്തിധരൻ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. എല്ലാവർക്കും ആ സമയത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത്രയും ഒരു ഫേമസ് ആയിരുന്നു പുള്ളി. പിന്നെ എന്റെ അനിയൻ ഉണ്ടായിരുന്നു ശശിധരൻ, KG ശശിധരൻ. പുള്ളിയും നല്ലൊരു അത്ലറ്റാണ്. ഇപ്പോ സൗത്ത് ഗെയിംസ്, സൗത്ത് ഏഷ്യൻ ഗെയിംസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. 400 ഹഡിൽസ് എല്ലാവരും പുള്ളിയെ എല്ലാം അറിയും. ഞാൻ ആകെ 2 വർഷം പഠിച്ചുള്ളൂ, അതുകൊണ്ട് എന്നെ ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. അത്രയാണ് ഉള്ളത്. പിന്നെ എന്റെ അനിയത്തി ഉണ്ട്, ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, അനിത എന്റെ സിസ്റ്ററാണ്. ഓക്കെ, പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് മുരളീധരൻ സാർ.